ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റിയും ടേസ്റ്റും ആയിട്ടുള്ള ഒരു സോയ ചങ്ക്സ് റെസിപ്പി ആയിട്ടാണ്. ബീഫ് റോസ്റ്റിനേക്കാളും ടേസ്റ്റി ആയിട്ടുള്ള സോയ എഗ് റോസ്റ്റ് ആണ് കേട്ടോ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു വലിയ ഉള്ളിയുടെ പകുതി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിലോട്ട് സോയാബീൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. സോയാബീനിലൊക്കെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കും വിധം വേണം തിരുമ്മി യോജിപ്പിച്ചെടുക്കാനായിട്ട്. ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം കുക്കർ അടച്ച് വിസിൽ വെച്ച് കൊടുക്കാം. ഒരു 3 വിസിൽ വന്നോട്ടെ, അതിൽ കൂടുതലാകരുത്. ഇപ്പോഴത്തെ 3 വിസിലൊക്കെ വന്നിട്ട് കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കുകയാണ്. കണ്ട സോയാബീൻ എല്ലാം നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ കഴിക്കുന്ന സമയത്ത് ചെറുതായൊന്ന് കടിക്കുന്ന പാകത്തിൽ കിട്ടണം. ഓവറായിട്ട് വെന്തുടഞ്ഞു പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോഴത്തെ ഉള്ളിയെല്ലാം അത്യാവശ്യം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1 ടീസ്പൂൺ ചിക്കൻ മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ഈ ഒരു സോയ എഗ് റോസ്റ്റിന് നല്ലൊരു വെറൈറ്റിയും ഒരു നോൺ വെജ് ടേസ്റ്റും കിട്ടുന്നത് ഇതുപോലെ ചിക്കൻ മസാല ചേർക്കുമ്പോഴാണ്. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സോയാബീൻ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കുക്കർ കഴുകിയിട്ട് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ചോറ്, ഗീ റൈസ്, അതുപോലെ പുലാവ്, ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ബീഫ് റോസ്റ്റിനേക്കാളും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സോയ എഗ് റോസ്റ്റ് റെസിപ്പിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇത് നല്ലപോലെ ഒന്ന് തിളച്ചിട്ട് കുറുകി വരട്ടെ. ഇപ്പോഴത്തെ നല്ല പാകത്തിന് തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് 2 ബോയിൽഡ് എഗ്ഗ് ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ എഗ്ഗിലെല്ലാം നല്ലപോലെ മസാല പിടിക്കും വിധം ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില മുറിച്ചത് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം വാങ്ങി വെക്കാവുന്നതാണ്. ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള സോയ എഗ് റോസ്റ്റ് റെഡി. നോക്കിയേ, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? അപ്പോൾ എല്ലാവർക്കും എൻ്റെ സോയ എഗ് റോസ്റ്റ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.